അപ്പോ ലഞ്ച് പ്രോഗ്രാം ക്യാൻസൽ ആയോ? എന്തിനാ ക്യാൻസൽ ചെയ്യുന്നത്? ലഞ്ചല്ലേ, നീ പോയി കഴിച്ചിട്ട് വാ. സോറി, സമയമായി അമ്മേ. വരൂ സിദ്ധാർത്ഥ്. കണ്ണാ, കണ്ണാ, ഇപ്പൊ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരാ? നമ്മുടെ ധ്രുവയോ? ആ, പന്തല് പണിക്കാരെ ഓട്ടോ കയറ്റി വിട്ടിട്ടേ കാശ് കൊടുത്തിട്ട് വന്നു പറഞ്ഞ് ഞാനാ പറഞ്ഞു. അമ്മേ, നമ്മുടെ ചേച്ചി ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. അല്ല ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ? എന്റെ ആരതി മോള് സുന്ദരി മോളല്ലേ? എന്നാൽ ഇന്നേ ദേവലോകത്തെ അപ്സരസിനെ പോലെ തന്നെയുണ്ട് എന്റെ മോള്. അപ്പൊ വിക്കി ചേട്ടന്റെ കണ്ണില് ഒരു റാണിയെ പോലെ കാണാൻ ഉറപ്പായി. നീ വന്ന മോനെ. സോറി, ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി. ഇനി ഇവിടെയുള്ള എല്ലാ ചടങ്ങിനും ഞാൻ തന്നെ ഉണ്ടാവും, ഉറപ്പാ. ശരി ഏട്ടാ. എന്ത് ശരി? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റാ. എന്താ മോനെ സിദ്ധാർത്ഥേ, വെറും കൈയോടെ നീ വന്നേ? പയ്യന്റെ വീട്ടിൽ നിന്ന് മഞ്ഞള് കൊണ്ടുവരണ്ടല്ലേ? ഞാൻ പെണ്ണിന്റെ വീട്ടുകാരനല്ലേ ചെറിയമ്മേ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നില്ലെന്നോ? നീ എന്താ ഈ പറയുന്നേ? ആദ്യം ചടങ്ങിന് വേണ്ടി അതല്ലേ പുരട്ടേണ്ടത്, ഇല്ലെങ്കിൽ ചടങ്ങ് പോലും നടക്കില്ല. ചെറിയമ്മേ, ഞാൻ കൊണ്ടുവന്നില്ലെന്നാ പറഞ്ഞത്, മറ്റാരും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ചെക്കന്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, മോൻ കൊണ്ടുവന്നോ? സോറി അമ്മേ, ഞങ്ങളെല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. മഞ്ഞള് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാ മോനെ ഇങ്ങനൊക്കെ പറയുന്നത്? എപ്പോഴും പിന്നെ ആദ്യമാണ് മകള്, പിന്നീട് മരുമകളാവുന്നേ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുലത്തിന് നന്മയുണ്ടാവുള്ളൂ. അവളുടെ പേരിനൊപ്പം ഭർത്താവിന്റെ പേരും കുടുംബ പേരും എല്ലാം ചേർക്കണം. എന്നാൽ അവര് ജനിച്ച ജാത ഒരിക്കലും മാറില്ല. ജനിച്ച വീടിനോടുള്ള കടമകൾ ഒരിക്കലും തീരില്ല മോനെ. എല്ലാ പെൺമക്കളുടെയും മനസ്സില് ജനിച്ച കുടുംബം തന്നെയായിരിക്കും. സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്വന്തം കുടുംബത്തിലുണ്ടാവുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷെ എന്റെ അനിയത്തിക്കില്ലേ അമ്മേ, ഐ മീൻ ഇവൾക്ക് എപ്പോഴും സിദ്ധാർത്ഥന്റെ വീടാ വലുത്. നോക്ക് ചെറിയമ്മായി, വേദാന്ത ചേട്ടൻ എന്നെ കളിയാക്കുന്നേ. പിന്നെന്താ പറയാമേ, സിദ്ധാർത്ഥനെ പോലെ ഇത്ര നല്ലൊരു പയ്യനെ കിട്ടിയ അയാളുടെ വീടും ഇവർക്ക് സ്വന്തം വീട് പോലെ തന്നെയല്ലേ? സിദ്ധാർത്ഥന്റെ അമ്മയാണെങ്കിൽ ആദ്യ സ്വന്തം മകളെ പോലെ തന്നെയാ കാണുന്നതും. അത് ശരിയാണ്. അമ്മയെ പോലെ നോക്കുന്ന അമ്മായിയമ്മയെ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ പെണ്ണിന്റെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ആ കാര്യത്തിൽ നമ്മുടെ ആദ്യ വളരെ അധികം ലക്കിയ. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോ എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. നമ്മുടെ സിദ്ധാർത്ഥേട്ടൻ പെണ്ണിന്റെ വീട്ടുകാരാണോ അതോ ആണിന്റെ വീട്ടുകാരോ? ആദ്യോടൊപ്പം ഈ സിദ്ധാർത്ഥ ഫ്രീയാ. ആദ്യം എവിടെയുണ്ട് അവിടെ ഞാനും ഉണ്ട്. ആരതി, നീ സൂപ്പർ ആയിട്ടുണ്ട്. ഇന്നു മുതൽ ഞാൻ നിന്നെ നാത്തൂനൊന്നും വിളിക്കണോ അല്ലേ? അങ്ങനെയൊന്നും വിളിക്കണ്ട ചേച്ചി, എന്നെ ആരതി എന്ന് വിളിച്ചാ മതി. നിങ്ങൾ സംസാരിക്കുന്ന കേൾക്കുമ്പോ കേട്ടോണ്ടിരിക്കാനേ തോന്നുള്ളൂ. ബാക്കി ചടങ്ങുകൾ ചെയ്യാനുണ്ടല്ലോ. വരൂ, വാ. അതെ, മഞ്ഞൾ അടുക്കളയെ കൊണ്ടുവന്ന് വെക്കണേ.
ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നത്? ആന്റി, വേദാന്ത് എന്റെ കൂടെ കുറച്ചു പോലും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തൊക്കെ തന്നെ ചെയ്തിട്ടും അദ്ദേഹം എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്. നീ വിഷമിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ വേറൊന്നും ആലോചിക്കണ്ട. ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് വേദാന്തിന്റെ മനസ്സ് നീ മാറ്റിയിരിക്കണം. നിന്നെ കൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നീ മനസ്സിലാക്ക്. അത് എന്നെ കൊണ്ട് സാധിക്കുമോ ആന്റി? പറയൂ ആന്റി, അതെന്നെ കൊണ്ട് സാധിക്കുമോ? സാഹിത്യ, നീ ചെന്ന് എനിക്കൊരു കോഫി കൊണ്ടുതരാൻ പറയ്. ചെല്ല്. ഈ സാഹിത്യം നീ വിളിച്ചു കൊണ്ടുവന്നതാണോ അതോ വേദാന്ത് വിളിച്ചു കൊണ്ടുവന്നത് കൊണ്ട് അവളുടെ ചെവിയിൽ ഓതി കൊടുക്കുന്നതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല സുഹാസിനി. എന്നാൽ ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ, നീ നിന്റെ മക്കളെ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം തന്നെ അവര് നിന്റെ അടുത്ത് നകന്നു പോകും. സാഹിത്യ വേദാന്തിനൊപ്പം ലഞ്ച് കഴിക്കാൻ പുറത്തേക്ക് വിടാൻ നീ പ്ലാൻ ചെയ്യുന്നു എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ആരതിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. എന്താണോ നടക്കേണ്ടത് അത് തന്നെ നടക്കും. നീ കരുതുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ല. വേദാന്തിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് വേദാന്ത് തന്നെ തീരുമാനിക്കും. നീ ആയിട്ട് അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിക്കണ്ട. സഹായിക്കാന്ന് പറഞ്ഞു വരുന്നവര് ഇതുപോലെ എന്തിനാ ഉപദ്രവിക്കുന്നേ? ആയി എല്ലാം റെഡിയായി. ഇതൊന്ന് വെള്ളം ഒഴിച്ച് കലക്കിയാൽ മാത്രം മതി. പൗഡർ കുറച്ച് കട്ടയായിട്ട് കിടന്നുണ്ട് അതിനെ നീറ്റായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാൻ ഇത്രയും സമയം എടുത്തു. ഇതാ ഞാൻ വരുന്നു.
എപ്പോഴും ഇമാജിനേഷൻ തന്നെയാ. സമയമില്ല കാലമില്ല, തോന്നുമ്പോ വന്നോളൂ. എന്റെ ഡൊണാൾഡൊക്കെ എന്ത് സുന്ദരിയാണെന്ന് നോക്കി. സോ ക്യൂട്ട്. ഈ ഫോട്ടോയിൽ ഒരാൾക്ക് സ്ഥലം ബാക്കിയുണ്ടല്ലോ. അതൊന്ന് വേഗം ഫില്ലായിരുന്നെങ്കിൽ സമാധാനായനെ. ഈ ഫോട്ടോ എന്താ ഞാൻ നേരത്തെ കാണാതിരുന്നയാവും. എന്റെ ചേട്ടനും റൗഡി കൊച്ചും കൂടെ പരസ്പരം നോക്കി നിന്നിട്ട് ഈ പരിസരം തന്നെ മറന്നുപോയി. അല്ല, ഇവര് തമ്മിൽ നല്ല കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എല്ലാം ഉള്ള കാര്യം ഈ ക്യാമറയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്റെ സ്റ്റോൺ ഹാർട്ടഡ് ആയിട്ടുള്ള ചേട്ടൻ എന്താ ഇതുവരെയായിട്ട് അത് മനസ്സിലാവാതെ? വിക്കി, വിക്കി, മുത്തശ്ശി. എടാ വിക്കി, നിന്നെ ഇങ്ങനെ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതെന്ത് പറ്റി മുത്തശ്ശി? നിന്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ നീ വലിയ കുസൃതിക്കാരനായിരുന്നു. വെറുതെ ഇരിക്കത്തേയില്ല. അങ്ങനെയുള്ള നീ വലുതായപ്പോ ഇത്ര ഉത്തരവാദിത്തം വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇതിലൊന്നും എന്റെ കഷ്ടപ്പാടില്ല മുത്തശ്ശി, എല്ലാം എന്റെ പെണ്ണിന്റെ ശ്രദ്ധ കൊണ്ടാ. നീ എന്താ ഈ പറയുന്നത്? മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രായമായിട്ടും കുറുമ്പ് കാണിക്കായിരുന്നു. പക്ഷെ അത് ആരതി വരുന്നവരെ മാത്രമായിരുന്നു ശരിക്കും. അവളെ കണ്ടതിന് ശേഷം എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയി മുത്തശ്ശി. ഡിറ്റോ എന്റെ ചേട്ടൻ റൗഡി കൊച്ചിനെ കണ്ടപ്പോ എങ്ങനെ ചേഞ്ച് ആയോ അതുപോലെ. ഓഹോ, അങ്ങനെയാണോ? അത് മനസ്സിലായി. അതിനിടയ്ക്ക് ആ സാഹിത്യ കയറി ഒന്ന് എല്ലാം നശിപ്പിച്ചു കളയാണ് മുത്തശ്ശി. അങ്ങനെയെല്ലാം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വീട്ടിലെന്ന് എനിക്ക് അറിയാം മുത്തശ്ശി, നിങ്ങൾ ടൈഗറിനെ പോലെയാ. പക്ഷേ അത് അത്ര എളുപ്പമല്ല. മദറിന്റെ ആ സാഹിത്യനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോ അതെല്ലാം അത്രയ്ക്ക് എളുപ്പത്തിൽ നടക്കും തോന്നുന്നുണ്ടോ? അവള് മദർ ഇന്ത്യ ആണെങ്കിൽ ഞാൻ ഗ്രാൻഡ് മദർ ഇന്ത്യ. ഇപ്പൊ തന്നെ നിന്റെ വേദാന്തേട്ടനെ അമൂല്യയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഞാനാ. മനസ്സിലായോ? ശരിക്കും? ആ, ഈ മുത്തശ്ശിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാന്ന് നീ കരുതിയോ? അതാണ് ഒറ്റ മൈൻഡ്. കോട്ട് കൈ മുത്തശ്ശി. അയ്യോടാ, ഒരടി ഇത്ര വേദനിച്ചോ നിനക്ക്? നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ. ഇങ്ങനത്തെ ചെറിയ അടിയൊക്കെ നീ പേടിച്ചാ വലിയ അടിയൊക്കെ നീ എങ്ങനെ താങ്ങും? ഒടിഞ്ഞു പോവല്ലോ നീ. ഒന്ന് പോ മുത്തശ്ശി. അതെ, ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്കന്ന് കൊണ്ടുവന്നാ, തിന്നേച്ചും വരാം. ഏയ്, പോവാൻ നോക്ക്. എങ്ങോട്ടേക്ക് പോവാൻ? നീ തന്നെയല്ലേ എന്നോട് മഞ്ഞൾ കൊണ്ടുവരാൻ പറഞ്ഞേ? എന്നിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താണെന്ന്? നീ ശരിക്കും വന്നതാണോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? കാണുന്നില്ലേ എന്നെ? ശരി, നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ മഞ്ഞളെന്നാ. ഓ, ചെക്കന്റെ വീട്ടിൽ നിന്ന് മഞ്ഞളും കൊണ്ടുവന്നാണോ? ശരിത്താ. അല്ല, മഞ്ഞൾ കൊണ്ടുവരാൻ എന്താ ഇത്രയും ലേറ്റ്? കുറച്ച് നേരത്തെ വന്നാലെന്താ? ഇനി ഇതെല്ലാം ഇടിച്ച് പൊടിച്ചെടുക്കണം. എത്ര സമയം എടുക്കുന്ന അറിയാമോ? എടി, എടി, നിന്റെ കയ്യിലൊക്കെ മഞ്ഞളാക്കിയില്ലേ? അയ്യോ, ഞാൻ
മനപ്പൂർവ്വം തേച്ചതൊന്നും അല്ല. മനഃപൂർവ്വം തേച്ചല്ല അല്ലേ? അതെ മുതുക്കി, മഞ്ഞൾ കുഴച്ചെടുത്തോണ്ട് വരാൻ ഇത്രയും നേരം വേണോന്ന് ചോദിക്കാൻ വന്നതാ. പക്ഷെ വന്നപ്പോഴാ റോങ് ടൈം ആണെന്ന് മനസ്സിലായത്. മോളെ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. മഞ്ഞൾ കൊടുക്കാൻ വേണ്ടിയാ വന്നേ. അപ്പൊ എണ്ണയിൽ ചവിട്ടി വീണു. നിന്റെ ചേച്ചിക്ക് തീരെ ബുദ്ധിയില്ല. താഴെ മൊത്തം എണ്ണയായിരുന്നു. അതിൽ ചവിട്ടിയപ്പോ വഴിക്ക് വീണു. അതെയോ? അതൊക്കെ വിട്, നിങ്ങൾ സമാധാനത്തോടെ വാ. അർജന്റായിട്ട് വേണ്ടത് മഞ്ഞളാ, നിങ്ങൾ രണ്ടും അല്ല. അത് ഞാൻ എടുത്തോണ്ട് പോക്കോളാം. അതിഥി, ഇനി അത് കുറച്ചുകൂടെ പൊടിക്കാനുണ്ട് മോളെ. സാരല്ലേച്ചി, ഞാൻ ചെയ്തോളാം. എല്ലാം നിങ്ങൾ കാരണം. എപ്പോഴും എന്നെ പറഞ്ഞോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? താഴെ എണ്ണ ഒഴിക്കാൻ ഞാനാ പറഞ്ഞേ. എണ്ണ ഞാനാണോ ഒഴിച്ചത്? നിങ്ങൾ ഇതിനെ വെറുതെ എന്റെ പുറകെ ഓടിയത്? നീ എന്തിനാ എന്റെ മേലെ മഞ്ഞൾ തേച്ചേ? ഞാനെന്താ മനഃപൂർവ്വമാണോ തേച്ചത്? പിന്നെ ആരാ തേച്ചേ? അതിഥി പോയിട്ട് കുറെ നേരായി. നമ്മൾ ഇവിടെ തന്നെ നിന്ന എല്ലാരും ഇങ്ങോട്ടേക്ക് വരും. ഞാനും അത് തന്നെ പറയാൻ വന്നേ. എന്നിട്ട് പറഞ്ഞില്ലല്ലോ. വാ നടക്ക്. ഓഡിറ്റോറിയത്തിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ബാക്കിയുണ്ട്. നീ ഇപ്പൊ പൊക്കോ, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ.